ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. ഭൂഗോളം മാത്രമല്ല, ഏകദേശം നമ്മുടെ യൂണിവേഴ്സ് മുഴുവനും മാത്തമാറ്റിക്സിന്റെ ഉള്ളിലാണ്. ഞാനതൊരു ചെറിയ എക്സാമ്പിളോടെ പറഞ്ഞുതരാം. ഏതൊരു സോളാർ സിസ്റ്റത്തിന്റെ പ്രൈം ഫോഴ്സ് ആണ് അതിന്റെ ഹോസ്റ്റ് സ്റ്റാർ. ഓക്കെ, അതുപോലെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പ്രൈം ഫോഴ്സ് ആണ് നമ്മുടെ സൂര്യൻ. താങ്ക്സ് ടു അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ സൂര്യന്റെ യഥാർത്ഥ വലുപ്പം എന്തോരം ഉണ്ടെന്ന് നമ്മൾക്ക് മിക്കവർക്കും ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ല. ചുമ്മാ പറയണല്ല, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് പിള്ളേരെടുത്ത് ഈ നമ്മുടെ സൂര്യന്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ അവരുടെ വളരെ വിചിത്രമായ ഉത്തരങ്ങളാണ് എനിക്ക് കിട്ടിയത്. വേറൊന്നുമില്ല, നമ്മുടെ സൂര്യൻ ഒരു വലിയ ഗ്ലാസ് ബൗളാന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂര്യന്റെ അകത്ത് ഏകദേശം 13 ലക്ഷം ഭൂമികളെ ഇങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പൊ അത്ര മാസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ 99.8% മാസ് നമ്മുടെ സൂര്യന്റെയാണ്. ബാക്കിയുള്ള 0.2% മാത്രമാണ് നമ്മുടെ എല്ലാ പ്ലാനറ്റ്സും, സെലസ്റ്റിയൽ ഒബ്ജക്റ്റും, കല്ലുകളും എല്ലാം കൂടി ചേർന്നാലാണ് ഉണ്ടാവുന്നത്. അത്രയ്ക്ക് മാസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം എന്നല്ല. വേറൊരു കോമഡി എന്താ വെച്ചാൽ, നമ്മുടെ സൂര്യനെ പോലെ ഒരുപാട് സ്റ്റാർസ് നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. അതിൽ നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് വെറും ഒരു ആവറേജ് സൈസ് സ്റ്റാർ മാത്രമാണ്. നമ്മുടെ സൂര്യനിൽ ലക്ഷക്കണക്കിന് ടൈംസ് മാസീവ് ആയിട്ടുള്ള സ്റ്റാറുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചെറുതാന്നുള്ള ഒരു കാര്യം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഇതും പോരാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ സൂര്യന്റെ സർഫസിൽ എല്ലായിടത്തും ഒരേപോലെ ചൂടാവണമെന്നില്ല. സൂര്യന്റെ ചില സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കുറവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സൺ സ്പോട്സ് എന്ന് വിളിക്കുന്നത്. അതായത് സൂര്യന്റെ മുഖത്ത് ഒരു മുഖക്കുരു ഉണ്ടെന്ന് വിചാരിച്ചു, അതേപോലത്തെ ഒരു സ്ഥലമാണ് ഈ സൂര്യന്റെ സൺസ്പോട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന സൺസ്പോട്ട് നമ്മുടെ സൂര്യന്റെ വലിപ്പത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ വലിപ്പം നമ്മുടെ ഭൂമിയിലും വലുതാണ്. അപ്പൊ അത്ര മാസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സൂര്യൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു സംഭവത്തിന്റെ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വലിയൊരു വെയിങ് മെഷീൻ എടുത്തിട്ട് സൂര്യൻ അതിന്റെ മുകളിൽ വെച്ച് അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യന് വെയിറ്റ് നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം വെയിറ്റ് എന്നുള്ളത് ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ സൂര്യന്റെ മാസ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഭൂമിയിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ മനുഷ്യർ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത 2 സംഭവങ്ങളാണ് സയൻസും മാത്തമാറ്റിക്സും. അതിൽ ഫിസിക്സും മാത്സും എന്ന് പറഞ്ഞാൽ ചേട്ടനും അനിയനും പോലുള്ള സംഭവമാണ്. രണ്ടുപേരും ഭയങ്കര കോറിലേറ്റഡ് ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മുടെ സൂര്യന്റെ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ തുടങ്ങാം. അതായത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ. പിന്നെ നമുക്ക് അറിയുന്ന വേറൊരു ഇക്വേഷൻ ആണ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വൺ ഒബ്ജക്ട് ടു അനദർ ഒബ്ജക്ട്. അതിന്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G, അതായത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ടൈംസ് ക്യാപിറ്റൽ M ടൈംസ് സ്മോൾ m, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മാസ്, ബൈ റേഡിയസ് സ്ക്വയർ. ഇനി അടുത്തൊരു സംഭവമാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ താഴെ ലിങ്ക് ചെയ്യാം. കാരണം ഇത് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി പാടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ +1 +2 പഠിക്കുന്ന ഒരു സാധനമാണെങ്കിലും ചിലവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. A is equal to v²/r. ഇത് നമുക്ക് ഇനി 3 ഇക്വേഷൻസ് ആയിട്ട് എടുക്കാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ, ഇത് തേർഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഈ 2 ഇക്വേഷനത്തെ സംഭവം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഫസ്റ്റ് ഇക്വേഷന്റെ ഫോഴ്സ്, ഈ F എന്ന് പറയുന്നത് gm/r². ഓക്കെ, അതിവിടെ കൊടുക്കും. പിന്നെ ഇവിടെ A, ഈ A എന്നുള്ളത് v²/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? gm/r², gm/r², അതായത് ഫോഴ്സ് ഈക്വൽ ടു മാസ് ക്യാപിറ്റൽ M ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ടൈംസ് ആക്സിലറേഷൻ v²/r. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു പുതിയൊരു ഇക്വേഷൻ. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇതാണ്. ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം ക്യാൻസൽ ആയി പോകും. അത് മാത്രമല്ല ഈ ആറും ഒരു 6 വെച്ച് കട്ടായി പോയത് റേഡിയസിൽ 1 വെച്ച് കട്ടായി പോകും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm/r is equal to v² എന്ന് കിട്ടും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്കറിയാവുന്ന ഒരു ബേസിക് ഇക്വേഷൻ ആണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളൊരു ഇക്വേഷൻ. നമുക്കത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് സൂര്യനാന്ന് വെക്കാം. ഓക്കെ, സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ?
അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭൂമി ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ഓർബിറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr എന്നാണ്. അതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. v is equal to 2πr by ടൈം. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അതായത് ഈ ആണ് ഈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആയിരിക്കും. അപ്പൊ ഈ വെലോസിറ്റിയിൽ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 2πr by t എന്നുള്ളത് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ വെലോസിറ്റിയുടെ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? gm/r. ഓക്കെ, gm/r v സ്ക്വയർ. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എടുക്കുക, ഇസ് ഈക്വൽ ടു v സ്ക്വയർ എന്നല്ലേ. അപ്പൊ നമ്മൾ ഈ വിയുടെ സ്ക്വയർ എടുക്കുക, അതായത് 2യുടെ സ്ക്വയർ എന്താ 4, പൈയുടെ സ്ക്വയർ എന്താ പൈ സ്ക്വയർ, ആറിന്റെ സ്ക്വയർ എന്താ r സ്ക്വയർ ബൈ ടിയുടെ സ്ക്വയർ എന്താ t സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു പുതിയ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കേണ്ടി വരും. ഈ ഇക്വേഷൻ നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് മാസ് അല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്മുടെ സൂര്യന്റെ മാസാണ്. അതായത് ക്യാപിറ്റൽ M ആണ് കണ്ടുപിടിക്കുന്നത്. സ്മോൾ എം നേരത്തെ ഇക്വേഷനിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ക്യാപിറ്റൽ M ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ക്യാപിറ്റൽ M, അപ്പൊ നമ്മൾ ക്യാപിറ്റൽ M ഒരിടത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ക്യാപിറ്റൽ M എടുത്തിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ട്, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ 4π സ്ക്വയർ, ഈ r ഇങ്ങോട്ട് പോയപ്പോ r³ ഓക്കെ ബൈ ക്യാപിറ്റൽ G, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് g t സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ സൂര്യന്റെ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മുടെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതായത് ഇവിടെ റേഡിയസ് ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, അതായത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സിലായിരിക്കും. ഓക്കെ, നമ്മൾ യൂണിറ്റ് കറക്റ്റ് ആണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ്സിലായിരിക്കണം കൊടുക്കേണ്ടത് എപ്പോഴും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള, അതായത് സൂര്യന്റെ ചുറ്റും ഭൂമി ഓർബിറ്റ് ചെയ്യുന്ന ആ ടൈം പീരീഡിനാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നല്ല ചൂടാണ്, അതാണ് ഞാൻ വേർതിരിക്കണത്. അപ്പൊ നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആവറേജ് റേഡിയസ് ഇൻ മീറ്റേഴ്സ് എന്ന് പറയുന്നത് 1.496 × 10⁻11 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമി സൂര്യൻ ചുറ്റും ഓർബിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം സെക്കൻഡ്സിൽ എടുക്കുമ്പോൾ നമ്മൾ 3.154 × 10⁻7 സെക്കൻഡ്സ് എടുക്കും. ഓക്കെ, അതുമാത്രമല്ല അവസാനത്തെ ഒരു സംഭവമാണ് G എന്ന് പറയുന്നത്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, 6.67 × 10⁻11 യൂണിറ്റ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട വാല്യൂസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വാല്യൂസ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 4 × പൈയുടെ വാല്യൂ അറിയായിരിക്കും, 3.14 × 14 സ്ക്വയർ ആയതുകൊണ്ടാണ് അങ്ങനെ, ടൈംസ് r³ എന്ന് പറയുമ്പോൾ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.496 × 10⁻11 മീറ്റേഴ്സ് വേണ്ട ഇൻറ്റു ഇത് ക്യൂബ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ G എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 6.67 × 10⁻11 ടൈംസ് ടി എന്ന് പറയുക, ടി സ്ക്വയർ ആണ് നമുക്ക് വേണം. ടി എന്ന് പറയുമ്പോൾ 3.154 × 10⁻7 സ്ക്വയർ. ഓക്കെ, നമ്മൾ ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞത് 1.99 × 10⁻30 കിലോഗ്രാം. ഇതാണ് നമ്മുടെ സൂര്യന്റെ ശരിക്കുള്ള മാസ് ഇൻ കിലോഗ്രാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഒരുപാട് ഫിസിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നിന്നുണ്ട് ഒരിടത്തേക്കും പോവാണ്ട് നമുക്ക് നമ്മുടെ സൂര്യന്റെയോ ഏതൊരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന്റെയോ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ബുദ്ധി എന്തുകൊണ്ടെന്നൊന്ന് ആലോചിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഇത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നതും നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ തലയിലിരിക്കുന്ന ബ്രെയിൻ. അതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, അവൻ ബുദ്ധിമാനാണ് ഇവൻ ബുദ്ധിമാനല്ല അങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് യാതൊരു അർത്ഥവും തോന്നുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ ഒരേപോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ എല്ലാവരും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി എന്തോരം ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ഒരിടത്തും പോകാണ്ട് നമ്മൾ നമ്മുടെ സൂര്യന്റെ മാസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ അത് എന്തൊരു ബുദ്ധിമുട്ടാന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അത് എന്തൊരു എളുപ്പത്തിലാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതെന്ന് ആലോചിക്കുക.
സെലസ്റ്റിയൽ ഒബ്ജക്ട്സിന്റെ മാസ് മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, ഫിസിക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ മാത്സ് എന്ന് പറയുന്നത് കണ്ടിടാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു ആസ്ട്രോണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഫിസിക്സ് മാത്സ് എന്നൊക്കെ പറയുന്നത് വളരെ കോറിലേറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഫിസിക്സിന്റെ എന്തെങ്കിലും കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അവിടെ മാത്സിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കമന്റ്സോ എന്തെങ്കിലും അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു സെക്കൻഡ് ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം.